പണ്ട് ഈ നാട്ടുമ്പുറത്തൊക്കെ ചെറുപ്പത്തിൽ പാടുന്നൊരു പാട്ടുണ്ട്. ആശാൻ ആനന്ദശീലൻ ചറവറ ചൊറിയൻ ശുദ്ധമണ്ടൻ ചുണ്ണാമ്പ് കള്ളൻ എന്നൊക്കെ പറഞ്ഞ് പാടുന്ന ഒരു തമാശപ്പാട്ടാണ്. എൻ്റെ വാപ്പയൊക്കെ ഇരുന്ന് അങ്ങനെ കുട്ടികളെ കളിപ്പിക്കുമ്പോൾ പാടുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. സത്യത്തിൽ ആ പാട്ടിന്ന് ഞാൻ ഓർത്തുപോയി. എന്തോർത്തപ്പോഴാന്ന് വെച്ചാൽ ട്രംപിനെ ഓർത്തപ്പോഴാണ്. ട്രംപ് പുതിയ ഒരു ഭീഷണിയുമായി വന്നിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ഒപ്പിട്ടോണം, ഒപ്പിട്ടില്ലെങ്കിൽ ഇനി ഇതിനേക്കാൾ വലുത് വരാനിരിക്കുന്നു എന്നാണ് പറയുന്നത്. ആർക്കാണ് വലുത് വരാനിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാന ചോദ്യം. അത് ഇറാനാണോ അതോ ട്രംപിന് തന്നെയാണോ എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ട്രംപ് ഈ ഗമയിൽ പോഴത്തരം പറച്ചിലല്ലാതെ നിർണായകമായൊരു ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്ത് കാര്യങ്ങൾ ചെയ്യുന്നതിന് പകരം വീണ്ടും ഇറാനെ പ്രകോപിപ്പിക്കുകയും എന്തൊക്കെയോ ആണെന്ന് വരുത്തി തീർക്കുകയും ചെയ്യുകയാണ്. എപ്പോഴാണ് അതിയാൻ ഈ പ്രകോപനം ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ സ്വന്തം നാട്ടിൽ ചെയ്യുമ്പോഴാണ് പുള്ളി പ്രധാനമായും ഈ പ്രകോപനം ഉണ്ടാക്കുന്നത്. JD വാൻസ് എന്ന് പറയുന്ന വൈസ് പ്രസിഡൻറ്റ് ഈ പെൻറ്റഗണിൻ്റെ റിപ്പോർട്ടിനെതിരെ നിലപാട് സ്വീകരിച്ചു എന്ന് പറയുന്നൊരു വാർത്ത വളരെ ഗൗരവമാംവിധം പുറത്തു വന്നിട്ടുണ്ട്. എന്തുവെച്ചാൽ ഇറാൻ്റെ ആയുധശേഷി മുഴുവൻ തകർത്തു, ഇറാനെ പാപ്പരാക്കി, നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഇറാനെ എത്തീമാക്കി എന്നൊക്കെ പറഞ്ഞ് ഈ ട്രംപിൻ്റെ വമ്പിനൊപ്പിച്ചൊരു റിപ്പോർട്ടാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. യഥാർത്ഥത്തിലുള്ള സ്ഥിതി അതാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയേ അല്ല എന്നതാണ് ഒരു കാര്യം. സാധാരണ ഈ പെൻറ്റഗണും അതുപോലെയുള്ള തന്ത്രപ്രധാനമായ ഏജൻസികളൊക്കെയും അമേരിക്കയുടെ ആഭ്യന്തര കാര്യങ്ങളെക്കുറിച്ച് കൊടുക്കുന്നത് കുറച്ച് റിയലിസ്റ്റിക് ആയിട്ടുള്ള റിപ്പോർട്ടാണ്. പക്ഷേ ഇവിടെ യാതൊരു റിയാലിറ്റിയും ഇല്ലാത്ത റിപ്പോർട്ടാണ് കൊടുത്തിരിക്കുന്നത് എന്നുള്ളൊരു അഭിപ്രായമുണ്ട്. അതിനെ തുടർന്നാണ് പുള്ളി വീണ്ടും ബഹളം വെച്ചിരിക്കുന്നത്. ആരെയാണ് പേടിപ്പിക്കുന്നതെന്ന് ഒട്ടും മനസ്സിലായില്ല. എവിടെയോ വെടിപൊട്ടുന്നത് കേട്ടപ്പോൾ, അതിൻ്റെ പാർട്ടി ഹാളിനകത്തല്ല പുറത്ത് വെടിപൊട്ടുന്നത് കേട്ടപ്പോൾ ഡെസ്കിൻ്റെ അടിക്ക് കയറി അത്രയും ധീരനാണ് മഹാനായ ഇദ്ദേഹം എന്ന് മാത്രമല്ല, ഇനിയും ചെയ്യും എന്നൊക്കെ പറയുമ്പോൾ മറുവശത്ത് ചൈനയും റഷ്യയുമൊക്കെ കുറച്ചുകൂടി വിസിബിളായി രംഗത്തുണ്ട് എന്നുള്ള കാര്യമൊക്കെ അതിയാൻ മറന്നുപോയിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലാണ് ഈ പറയുന്ന വിരട്ടുമൊക്കെയായി രംഗത്തിറങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് എത്രയും വേഗം ഒപ്പിട്ടില്ലെങ്കിൽ എന്തൊക്കെയോ കാണിച്ചു തരും, കാട്ടിക്കൂട്ടും എന്നൊക്കെയാണ് പുള്ളിയുടെ വാദഗതി. അതിനെയൊന്നും ഇറാൻ ഒട്ടും പരിഗണിക്കുന്നില്ലെന്ന് മാത്രമല്ല, അവരതിൻ്റേതായ രീതിയിലാണ് നെഗോസിയേഷനെയൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അവർക്കെപ്പോഴും ഒരു മേൽക്കൈ കിട്ടത്തക്ക പോലെ തന്നെയാണ് അവർ നെഗോസിയേഷനും ബാക്കിയുള്ള ആശയവിനിമയങ്ങളും ഒക്കെ നിലനിർത്തിക്കൊണ്ടു പോകുന്നത്. ഹോർമുസ് കടലിടുക്ക് തുറക്കാൻ എൻ്റെ സഹായം അഭ്യർത്ഥിച്ചു ഇറാൻ എന്നൊക്കെ പറയുന്ന കോമഡിയും നമ്മുടെ സാക്ഷാൽ ഈ ട്രംപിൻ്റെ സ്വന്തമാണ്. ഒരു നെഗോസിയേഷനിലൂടെ കാര്യങ്ങൾ ഒത്തുതീർപ്പാക്കി ഒരു സെറ്റിൽമെൻറ്റിലേക്ക് പോകുന്നതിന് പകരമാണ് ട്രംപിൻ്റെ ഈ കോമഡി ഷോ. ഈ കോമഡി ഷോയെ ഇപ്പോൾ ആരും ഗൗരവമായി എടുക്കുന്നില്ല. ആകെ പുള്ളിയുടെ വൈറ്റ് ഹൗസും അത് മാത്രമൊക്കെ ഗൗരവമായി കാണുന്നുള്ളൂ. പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ഇമേജ് നിലനിർത്താൻ വേണ്ടി വൈറ്റ് ഹൗസ് ഒരുപാട് PR വർക്കുകളൊക്കെ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. അത് പറയാൻ നമുക്ക് എളുപ്പമാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് സർക്കാരും പ്രതിപക്ഷവും ഒക്കെ PR വർക്ക് ചെയ്യുന്നത് പോലെ പുള്ളിയെപ്പോലൊരു മികച്ചവനുണ്ടോ എന്നൊക്കെ പറഞ്ഞുള്ള PR വർക്കുകളും ധാരാളമായി കാണാം.